കാർഡ്, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു കാർഡാണ്. ഓ ഓ അതിനകത്ത് പൈസയും ഉണ്ട് കേട്ടോ. ഓ ഇത് അടിപൊളി പരിപാടിയാണ് കേട്ടോ, പൈസയും വെച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം, മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ പുതിയ വീട്ടിലോട്ട് താമസം മാറിയത് പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റുമായിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല കേട്ടോ, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല ഇതിനെക്കുറിച്ച്. എന്തായാലും ക്രിസ്മസ് ആയപ്പോൾ നമ്മുടെ അയൽവാസി കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണ്, എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത്. ഓ നമ്മുടെ പേരൊക്കെ എഴുതിയ 2 കാർഡുണ്ട്, മറ്റെന്തോ ഉണ്ട്, കാർഡാണ് തോന്നുന്നു. അതിമനോഹരമായ ഒരു കാർഡാണ് തന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്കും ഉണ്ടോ കാർഡ്? ഓ നമ്മുടെ ഇളയ സന്തതിയാണ്, അവനൊരു കാർഡുണ്ട്. ഇതും മനോഹരമായ ഒരു കാർഡ്, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു കാർഡാണ്. ഓ ഓ അതിനകത്ത് പൈസയും ഉണ്ട് കേട്ടോ. ഓ ഇത് അടിപൊളി പരിപാടിയാണ് കേട്ടോ, പൈസയും വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പൈസ നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു വെച്ചേക്കാം. പയ്യന്മാർ വരുമ്പം കൊടുക്കാം, അവർക്കൊരു സർപ്രൈസ് ആകട്ടെ. ഇങ്ങനെയൊക്കെ ഒരു ആചാരങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. നിനക്കും ഉണ്ട് കാർഡ് കേട്ടോ, ആരോൺ ഒരു കാർഡുണ്ട്. ഞാൻ പൊട്ടിക്കട്ടെ? നിനക്കും സെയിം കാർഡാണ്. ക്രിസ്മസ് ഫാദർ, നിനക്കും ഉണ്ട് സമ്മാനം. ക്യാഷ് ഉണ്ട്, ക്യാഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആരോൺ ഓക്കെ, അവനാണ് വീഡിയോ എടുക്കുന്നത്. ചെറുക്കിന് സന്തോഷമായിട്ടുണ്ട്, മുഖത്ത് നല്ല പുഞ്ചിരി കാണുന്നു. അടുത്ത ഒരു ഗിഫ്റ്റ് ഐറ്റം എന്തോ ഉണ്ട്. നമ്മുടെ ആൾക്കാരല്ല കേട്ടോ, ഇവിടുത്തെ ആൾക്കാരാണ് ഈ തന്നിരിക്കുന്നത്. വേറെ 2-3 ഗിഫ്റ്റുകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നിരവധി ഗിഫ്റ്റുകൾ ദീപാവലിക്ക് കിട്ടുമായിരുന്നു, ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു പ്രക്രിയയാണ് ഇവിടെ, ക്രിസ്മസിനാണെന്ന് മാത്രം. നമ്മൾ പരസ്പരം സ്നേഹം കൈമാറുക, ഗിഫ്റ്റ് കൊടുക്കുന്നതിലുപരി നമ്മുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. അതിൻ്റെ സ്റ്റാൻഡും കൂടാണ്. അതിമനോഹരമായ ഒരു ഐറ്റം. നല്ലൊരു ഫ്ലവർ വൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത ഗിഫ്റ്റുമായിട്ട് നമുക്ക് വരാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.